മൂന്നാമത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു, പൂർണ്ണ മെജോറിറ്റി ഇല്ലെങ്കിലും അത് രാഹുൽ ഗാന്ധിയെ വല്ലാതെ 2 കളി അയാൾ ജയിച്ചു, 3ാമത്തെ കളി ഞാൻ ജയിക്കണ്ടേ, ഇത് ശരിയാവില്ല, ഇത് കള്ളക്കളിയാണ്. നിരന്തരം തോറ്റ് കഴിയുമ്പോൾ ചീട്ടൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കാളമൊക്കെ തൂത്ത് അങ്ങനെ അലമ്പാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ പുള്ളി പറഞ്ഞു ഒപ്പീനിയൻ പോൾ, എക്സിറ്റ് പോൾ, ഇതിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് പറയുന്നു, പക്ഷെ ഫലം വരുമ്പോൾ BJP ജയിക്കുന്നു. ഇതെന്ത് പരിപാടി? അതനുസരിച്ച് തന്നെ ഈ റിസൾട്ടും വരണ്ടേ? ന്യായമായ പുള്ളിയുടെ വിഷമങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചല്ലേ സംഭവിച്ചത്? തിരിച്ച് സംഭവിച്ചത് പുള്ളി കാണുന്നില്ല. സാധാരണ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയ മനുഷ്യൻ്റെ ലക്ഷണം എന്താ? ഈ ബസ് സ്റ്റോപ്പിൽ ഞാൻ എപ്പോൾ വന്നു കഴിഞ്ഞാലും ബസ് കിട്ടില്ല, കിട്ടിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ കിട്ടിയത് മറക്കും, കിട്ടാത്തത് ഇങ്ങനെ ഓർമ്മ വയ്ക്കും. ഇതാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. 3 അടുക്കായിട്ട് കടലാസ് ഇട്ട് വെച്ചിരിക്കുന്നു. എന്നിട്ട് പുള്ളി പറഞ്ഞു മഹാദേവ് പുരയുടെ വോട്ടർ ലിസ്റ്റാണ്, 7 അടി പൊക്കമുണ്ട്. വാസ്തവത്തിൽ 7 അടി പൊക്കമുള്ള 3 കെട്ടുകളാണ് വെച്ചിരിക്കുന്നത്. അത് ഒന്നിന് മുകളിലൊന്ന് വെച്ചാൽ 21 അടി പൊക്കമാകും. പുള്ളി കുറച്ചുകൂടെ റീച്ച് കിട്ടിയെന്നെ. ഇതൊക്കെ എന്ത് പൊട്ടത്തരമാണ്? വോട്ടർ പട്ടിക 96 കോടി വോട്ടർമാരാണ് ഇന്ത്യയിൽ അപ്രോക്സിമേറ്റ്ലി. അത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ 2 നില കെട്ടിടത്തിന്റെ പൊക്കം ഉണ്ട്. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ വലിയ പ്രശ്നമാണെന്നാണ് പുള്ളി പറയുന്നത്. യു ലുക്ക് 7 feet ഹൈ, 300 kg വെയിറ്റ്. നിങ്ങൾ ഇത്രയും കടലാസ് 300 കിലോ തൂക്കം വരുമെന്ന്. ഹൈക്കോടതിയിലെ കേസിന് ഞാൻ ഒരു കേസിന് 40 കിലോ വെയിറ്റ് ഉണ്ട് എൻ്റെ പേപ്പർ. ആവശ്യം വന്നപ്പോൾ തൂക്കി നോക്കിയതാണ്. ടോട്ടൽ ഒരു കേസിന്റെ കടലാസ് 40 കിലോ ഉണ്ട്. അപ്പോൾ പിന്നെ വോട്ടർ പട്ടിക ഒരു നിയമനത്തിന്റെ 300 കിലോ വന്നു കഴിഞ്ഞാൽ അതിൽ അത്ഭുതമുണ്ട്. അതിൽ അഴിമതി, ഇലക്ഷൻ കമ്മീഷന്റെ ഇൻഎഫിഷ്യൻസിയാണ്. എന്ത് ചെയ്യുന്നതിന്?